പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 4. പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ. അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപരും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഈ കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യ ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു: എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു: ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്, എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു: ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു: ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോട് ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു: നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു.
അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്തിയോസ് പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വിശ്വാസികളുടെ കൂട്ടായ്മ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബാർണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും, ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്, സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. പ്രിയ ദൈവജനമേ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം ആദിമസഭ നേരിട്ട ആദ്യത്തെ വലിയ വെല്ലുവിളികളുടെയും അതിജീവനത്തിൻ്റെയും ചരിത്രമാണ് വിവരിക്കുന്നത്. പന്തകുസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ ഉജ്ജ്വലിക്കപ്പെട്ട പത്രോസും യോഹന്നാനും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ധൈര്യത്തോടെ സാക്ഷ്യം നൽകുന്നതാണ് ഇവിടെ നാം കാണുന്നത്. കല്ലെറിഞ്ഞവർക്ക് മുൻപിൽ ഉപേക്ഷിക്കപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറിയെന്ന പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിൽ പൂർത്തിയായെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അധികാര കേന്ദ്രങ്ങളെ ഭയപ്പെടാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന അപ്പസ്തോലന്മാർ സഭയുടെ പ്രഘോഷണ ദൗത്യത്തിൻ്റെ അടിസ്ഥാന ശില പാകുകയായിരുന്നു അന്ന്. രക്ഷയ്ക്കായി ആകാശത്തിന് കീഴെ മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം യേശുനാമം മാത്രമാണെന്ന വലിയ സത്യം ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സഭയെ ഒരു ദൃശ്യരൂപമായി മാറ്റുന്നതും ആധികാരികമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതും ഈ വചനഭാഗത്ത് പ്രകടമാണ്. തടവറയും ഭീഷണികളും നേരിടുമ്പോഴും വിശ്വാസികൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുകയും സ്ഥലം കുലുങ്ങുമാറ് പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ചെയ്യുന്നു. അപ്പസ്തോലിക അധികാരവും സഭയുടെ കൂദാശപരമായ ജീവിതവും വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തവും വഴി അവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായി ജീവിച്ചു. ക്രിസ്തുവിന് വേണ്ടി പ്രതിസന്ധികൾ സഹിക്കുന്ന പ്രതിദിന രക്തസാക്ഷിത്വം ഏറ്റെടുക്കാൻ ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളും ഞാനും എന്ന് ഇത് നമ്മെ പഠിപ്പിക്കട്ടെ. സ്വന്തം സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് വചനത്തിനായി നിലകൊള്ളുന്നതാണ് ആധുനിക കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ അനീതികൾക്കും പാപങ്ങൾക്കുമിടയിൽ അപ്പസ്തോലന്മാരുടെ ഈ തീക്ഷ്ണത നമുക്ക് വലിയ ആത്മീയ പാഠങ്ങൾ നൽകുന്നുണ്ട്. തിന്മയ്ക്കെതിരായ ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ വിധി വരാനിരിക്കുന്നുവെന്നും എന്നാൽ അനുതപിക്കുന്നവർക്ക് അവിടുത്തെ കരുണ ഇപ്പോഴും ലഭ്യമാണെന്നും ഈ വചനം നമ്മെ ബോധിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായി സാഹോദര്യത്തിലും പങ്കുവയ്ക്കലിലും അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ ജീവിതശൈലി നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ജീവിതത്തിലെ തകർച്ചകളെ അതിജീവിക്കാനും പ്രത്യാശയോടെ മുന്നേറാനും ഈ ആദിമ ക്രൈസ്തവ മാതൃക നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ പ്രതിസന്ധിയും ദൈവത്തിൻ്റെ വലിയ കരുണ പ്രഘോഷിക്കാനുള്ള അവസരമായി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദൈവദൂതന്മാർ നൽകിയ അതേ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനായി നാം സദാ ജാഗരൂകരായിരിക്കണം. അവിടുന്ന് വീണ്ടും വരുന്നത് ഒരു വലിയ വിധി നാളായിട്ടാണെന്നും അതിനു മുമ്പ് സകല ജനതകളെയും ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ കീഴാക്കുക എന്ന ദൗത്യം സഭയ്ക്കുണ്ടെന്നും നാം തിരിച്ചറിയുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ അപ്പസ്തോലന്മാരെ പോലെ ആത്മീയമായ ഒരു ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങിക്കൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കാനും നമുക്ക് ഈ അന്ത്യകാലത്ത് സാധിക്കട്ടെ. ഈ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന പ്രകാശം
നമ്മുടെ ജീവിതപാതകളിൽ എന്നും വഴികാട്ടിയായി നിലകൊള്ളും. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.